ഗുഡ് ഈവനിങ് എവ്രി വൺ. അപ്പം നമ്മൾ ഇതുവരെ പ്രിയംബിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന ആ ഒരു ടേം ആയിരുന്നു ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകേണ്ട ടേം എന്ന് പറയുന്നത് റിപ്പബ്ലിക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ഇപ്പൊ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇന്ത്യയുടെ കാര്യങ്ങൾ സ്വയം തീരുമാനിക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് ഇന്ത്യക്കുണ്ട്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രത്തിനെയാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് കോളനിയുടെ അണ്ടറിലായിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു, ബ്രിട്ടീഷിന്റെ അണ്ടറിലുള്ള ഒരു കോളനി മാത്രമായിരുന്നു. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ പോയതോട് കൂടിയിട്ട് ഇന്ത്യ സ്വതന്ത്രമായി ഇന്ത്യയുടെ മുഴുവൻ കാര്യങ്ങളും ഇപ്പം തീരുമാനിക്കുന്നത് ഇന്ത്യ തന്നെയാണ്. ദർ ഇസ് നോ പവർ സുപ്പീരിയർ ടു ഇന്ത്യ. ഓക്കെ, ദർ ഇസ് നോ പവർ ടു കൺട്രോൾ ഇന്ത്യ. അതാണ് റിപ്പബ്ലിക് എന്നതുകൊണ്ട് ആസ് സച്ച് പ്രൈമറിലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ that is covered under the Article 56, where the head of the state is elected, that is president. The head of the state is elected as per the Article 56. ഇനി അടുത്തത് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിന് രണ്ട് നൊട്ടേഷൻസ് വരുന്നുണ്ട്. ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ പറയുന്ന രാഷ്ട്രത്തിന്റെ തലവൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എലക്ടഡ് ബൈ ദി പബ്ലിക് ആണ്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ വരുന്നതാണ് എ പബ്ലിക് വെസ്റ്റ് പൊളിറ്റിക്കൽ സോവറിനിറ്റി ഇൻ ദ in the people. A republic vests political sovereignty in the people. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രത്തിന്റെ തലവൻ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എലക്റ്റഡ് ബൈ ദ പബ്ലിക് ഓർ ദ പീപ്പിൾ ഓർ ദ സിറ്റിസൺ. ദേ ആർ ദ വൺസ് ആക്ച്വലി എലക്ടിങ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പൊ നമ്മൾ യു കെയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു കെയുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്യൂൻ ആണ്. ഓക്കെ, ക്യൂൻ ആണ് യു കെയുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ദർ ഇസ് മൊണാർക്കി. Monarchy is still existing in the UK in one form. Okay, UK is definitely a democratic country, but as the head of the state is hereditary, a part of UK's administration or the government is still monarchical rule. Okay, അതുകൊണ്ട് എന്തല്ല, അതൊരു റിപ്പബ്ലിക് അല്ല എന്ന് നമുക്ക് പറയാം. ബട്ട് ഇന്ത്യയുടെ കേസിൽ എന്താണ്, ദ പ്രസിഡന്റ്സ് ആർ ലൈക്ക് എലക്റ്റഡ്, അതുകൊണ്ട് അത് റിപ്പബ്ലിക് ആണ്. അടുത്തത് ഈക്വൽ ആക്സസ് ടു പബ്ലിക് ഓഫീസ് വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, ഇന്ത്യയിൽ ആർക്ക് വേണമെങ്കിലും പ്രസിഡന്റ് ആവാം. ഓക്കെ, ആർക്ക് വേണമെങ്കിലും ആകാം. അതിന് പാർലമെന്ററി സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും പാർലമെന്റിലെ ലെജിസ്ലേച്ചേഴ്സ്, അതായത് MLAസും MPസും, ഇപ്പം ഈവൻ എനിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണമെങ്കിൽ എനിക്കൊരു പ്രസിഡന്റ് ആവാം. നിങ്ങളിൽ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് പാർലമെന്റേറിയൻസ് വോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തായിട്ട് മാറാൻ വേണ്ടിയിട്ട് പറ്റും, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ യു കെയുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രസിഡൻസ് സ്റ്റാറ്റസിന് ഈക്വൽ ആയിട്ടുള്ള പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ആവാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇനി അതല്ല യു കെയിലുള്ള ആർക്കെങ്കിലും ആവാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, ദേ ഷുഡ് ബിലോങ് ടു ദിസ് ക്യൂൻ ഓർ ദ റൂളിംഗ് ഫാമിലി, എന്നാൽ മാത്രമേ ആവാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ എന്തില്ല, ഈക്വൽ ആക്സസ് വരുന്നില്ല. ബട്ട് ഇൻ കേസ് ഓഫ് ഇന്ത്യ ദർ ഇസ് ഈക്വൽ ആക്സസ്. ആർക്ക് വേണമെങ്കിലും പബ്ലിക് ഓഫീസിലേക്ക് ഭാഗമാകാം. ആൻഡ് ഇറ്റ് ഈസ് മെൻഷൻ അണ്ടർ ആർട്ടിക്കിൾ 16 ആൾസോ. ആർട്ടിക്കിൾ 16 ആൾസോ കവേഴ്സ് ദിസ് പെർട്ടിക്കുലർ ആസ്പെക്ട്. ദെൻ അടുത്തൊരു കാര്യമാണ് ജസ്റ്റിസ്. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കവർ ചെയ്തിരിക്കുന്ന ജസ്റ്റിസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 3 ആസ്പെക്ട്സ് ആണ് ജസ്റ്റിസിന്റെ അണ്ടറിൽ കവർ ചെയ്തിട്ടുള്ളത്: സോഷ്യൽ, എക്കണോമിക് ആൻഡ് ദ പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഇനി ഇത് എവിടെ നിന്ന് നമ്മൾ ലൈക്ക് ഇൻസ്പയർഡ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യൻ റവല്യൂഷനിൽ നിന്നാണ്. ഓക്കെ, നമുക്കറിയാം റഷ്യയിലെ സാർ ഭരണകൂടത്തിന്റെ അണ്ടറിൽ ജനങ്ങളെല്ലാം ഒപ്രസ് ചെയ്ത് അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട് നിലനിന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആ ജനങ്ങൾ എന്ത് ചെയ്തു, ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി അവകാശപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടത്തുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, റഷ്യയിൽ വിപ്ലവങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി നിങ്ങൾ ചിലപ്പം പഠിച്ചിട്ടുണ്ടായിരിക്കും, ഫെബ്രുവരി റവല്യൂഷനും ഒക്ടോബർ റവല്യൂഷനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിപ്ലവങ്ങൾക്ക് ശേഷമാണ് റഷ്യ എന്ത് ചെയ്യുന്നത്, പിന്നീട് ഒരു സ്വതന്ത്ര ഭരണത്തിന്റെ കീഴിലേക്ക് അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിന് സമാനമായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിലേക്ക്, ഒരു സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിസം നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല, റഷ്യയുടെ കേസിൽ അത് സോഷ്യലിസ്റ്റ് തന്നെയാണ്. അപ്പൊ ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടമൊക്കെ എന്ത് ചെയ്യുന്നത്, റഷ്യയിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ആ ഒരു റഷ്യൻ റവല്യൂഷനിൽ നിന്നാണ് ഈ പറയുന്ന ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി എന്ന് പറയുന്നത് ലോകത്ത് ഇത്രത്തോളം ചർച്ചയായത്. അതിൽ നിന്ന് തന്നെയാണ് ഇന്ത്യയും എന്തെടുത്തുള്ളത്, സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ജസ്റ്റിസ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ റഷ്യൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വേൾഡ് ഹിസ്റ്ററിയിൽ പഠിക്കും. ഓക്കെ, അത് കൺസേൺ ആവേണ്ട കാര്യമില്ല. ബട്ട് ജസ്റ്റ് ഇത്ര മാത്രം ഓർത്ത് വെക്കുക, റഷ്യൻ റവല്യൂഷനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഈ ഐഡിയാസ് ആണ് നമ്മൾ ജസ്റ്റിസിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
അടുത്തൊരു കൺസെപ്റ്റ് ആണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരേപോലെ ലഭ്യമാക്കണമെന്ന് പറയുന്നതാണ്. ഓക്കെ, അതായത് ബേസിക് ലൈവ്ലിഹുഡ് നെസസിറ്റി ഇത് എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാക്കണമെന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. സോ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ, എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. അതായത് എക്സിസ്റ്റിംഗ് റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ജനങ്ങൾക്കും പങ്കിട്ട് കൊടുക്കും. അതിൽ എല്ലാവർക്കും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഉറപ്പാക്കുകയും ചെയ്യും. അടുത്തതാണ് ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻസ്. യാതൊരു തരത്തിലുമുള്ള റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, നിബന്ധനകൾ, കെട്ടുപാടുകൾ എന്ത് വരുന്നില്ല, നമ്മുടെ ലിബർട്ടിയിലേക്ക് വരുന്നില്ല. അതിനെയാണ് നമ്മൾ ലിബർട്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പിടിച്ചു വെക്കുന്ന, നമ്മൾ നിയന്ത്രിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. ഓക്കെ, സോ ലിബർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ ചിന്തകളെ, അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള കാര്യങ്ങളെ, അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, ഇതിനൊക്കെ റെസ്ട്രിക്ട് ചെയ്യപ്പെടാത്ത ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ ലിബർട്ടി എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു പോസിറ്റീവ് നോട്ട് ഓഫ് ലിബർട്ടി ആണ്. ഓക്കെ, ലിബർട്ടിയെ നമുക്ക് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുന്ന സമയത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിന് പവർ ഉണ്ട് ടു റെസ്ട്രിക്ട് ദ ലിബർട്ടി. ഓക്കെ, ഒരു ജനത്തിന്റെ അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ലിബർട്ടിയെ സ്റ്റേറ്റിന് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത്. അതേപോലെ ഒരു കൺസെപ്റ്റ് ആണ് നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത്. സോ നെഗറ്റീവ് ലിബർട്ടിയിലേക്ക് വരുന്ന സമയത്ത് സ്റ്റേറ്റിന് ഒരു തരത്തിലും ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സ്റ്റേറ്റ് കനോട്ട് റെസ്ട്രിക്ട് ദ ലിബർട്ടി ഓഫ് ദ ഇൻഡിവിജ്വൽ, ദെൻ ഇറ്റ് ഈസ് എ നെഗറ്റീവ് ഫോം ഓഫ് ലിബർട്ടി. ഓക്കെ, സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെഗറ്റീവ് ലിബർട്ടി മീൻസ് ഫോക്കസസ് ഓൺ ദി ആബ്സെൻസ് ഓഫ് ഇന്റർഫറൻസ്, എൻഷുറിംഗ് ഇൻഡിവിജ്വൽസ് ആർ ഫ്രീ ഫ്രം ഒബ്സ്റ്റക്കിൾസ് ആൻഡ് കൺസ്ട്രെയിൻസ്. ഓരോ ഇൻഡിവിജ്വലും ഇത്തരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ ബന്ധനങ്ങൾ, കൺസ്ട്രെയിൻസ്, ഓക്കെ, അതിൽ നിന്ന് എന്താണ്, ഫ്രീ ആണ് എന്ന് പറയുന്നതാണ് നെഗറ്റീവ്. ആൻഡ് ദ സ്റ്റേറ്റ് കൻ നോട്ട് ഇന്റർഫിയർ. ദെൻ പോസിറ്റീവ് ലിബർട്ടിയിലേക്ക് വരുന്ന സമയത്തോ സ്റ്റേറ്റ് വിൽ ഇന്റർഫിയർ. എങ്ങനെയാണ്? ഫ്രീഡം ടു ആക്ട് ഇൻ എ വേ ദാറ്റ് അലൗസ് ഇൻഡിവിജ്വൽസ് ടു ടേക്ക് കൺട്രോൾ ഓഫ് ദിയർ ലൈഫ് ആൻഡ് അച്ചീവ് ദിയർ ഫണ്ടമെന്റൽ പർപ്പസ്, എംഫസൈസിങ് ഇമ്പോർട്ടൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഇപ്പൊ സ്റ്റേറ്റ് എപ്പോഴാണ് ഇന്റർഫിയർ ചെയ്യുക? കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങളെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വയലേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, എനിക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യാം. അപ്പൊ എന്റെ അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ രാത്രി വലിയ സൗണ്ടിൽ മൈക്ക് വെച്ചിട്ട് ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് എന്താണ്, ബുദ്ധിമുട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് ഇന്റർഫിയർ ചെയ്ത് അതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഞാൻ പറഞ്ഞത് എപ്പോഴും വല്ലപ്പോഴും ഒക്കെ ഒരു പ്രോഗ്രാം അല്ല, ലൈക്ക് 365 ഡേയ്സ് ഞാൻ എന്ത് ചെയ്യുന്നു, ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് എന്തിലേക്ക് ലീഡ് ചെയ്യും? കമ്മ്യൂണിറ്റിയുടെ റെസ്ട്രിക്ഷൻസിനെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ റൈറ്റ്സിനെ ബാധിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് അവിടെ ഇന്റർഫിയർ ചെയ്യും, എന്നിട്ട് അതിനെ റെസ്ട്രിക്ട് ചെയ്യും. ഓക്കെ, സോ ഈ പോസിറ്റീവ് ലിബർട്ടിയും നെഗറ്റീവ് ലിബർട്ടിയും ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് ലിബർട്ടിയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ. ഓക്കെ, എന്നെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വികാരങ്ങളെ, അതുപോലെ എൻ്റെ ആശയങ്ങളെ, ഇതൊക്കെ എനിക്ക് പ്രകടിപ്പിക്കാം, എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വേർഷിപ്പ്, എൻ്റെ ആരാധന. ഓക്കെ, നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ആരാധനകൾ ഉണ്ടായിരിക്കും. അമ്പലത്തിൽ പോകുന്നവരുണ്ട്, പള്ളിയിലേക്ക് പോകുന്നവരുണ്ട്, ചർച്ചിലേക്ക് പോകുന്നവരുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ അവിടെ പോയിട്ട് അവരുടെ ആരാധനകളെ നിർവഹിക്കാം. ഓക്കെ, വേർഷിപ്പ് ചെയ്യാം. അപ്പൊ അതിനുള്ള അവകാശം എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ കോണ്ടെക്സ്റ്റിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യം നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ ഇതൊരു PYQ ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയറിൽ ഓൾറെഡി ചോദിച്ചൊരു ചോദ്യമാണ്. വളരെ നല്ലൊരു ചോദ്യമാണ്. ആ കോണ്ടെക്സ്റ്റ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ചോദ്യമാണ്, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പൊളിറ്റി, which one of the following would you accept as the most important definition of the liberty? So definition, ലിബർട്ടിയുടെ ഡെഫിനിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. which among the following is the definition of the liberty? ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ദ ടൈറണി ഓഫ് ദ പൊളിറ്റിക്കൽ റൂളേഴ്സ്. ഓക്കെ, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ദ ടൈറണി ഓഫ് ദ പൊളിറ്റിക്കൽ റൂളേഴ്സ്, അതായത് നമ്മുടെ ഭരണാധികാരികളുടെ അടിച്ചമർത്തലിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് നൽകുന്ന സംരക്ഷണം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ആണ് എന്നാണ്. രണ്ടാമത്തത് അബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻസ്, യാതൊരുവിധ നിയന്ത്രണങ്ങളും എന്തില്ല, നമ്മുടെ മേൽ ചുമത്തപ്പെട്ടിട്ടില്ല. അടുത്തത് ഓപ്പർച്യൂണിറ്റി ടു ഡു വാട്ട് എവർ വൺ ലൈക്സ്. ഓക്കെ, അതായത് ഒരാൾക്ക് അയാൾക്ക് താല്പര്യമുള്ള എന്തും ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സാഹചര്യം. ദെൻ അടുത്തത് ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് വൺ സെൽഫ് ഫുള്ളി. അപ്പൊ ഇതിൽ ഏതാണ് അപ്രോപ്രിയേറ്റ് ഡെഫിനിഷൻ ഓഫ് ദ ലിബർട്ടി?
ഡെഫിനറ്റ്ലി ഇത് ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിലാണ് ചോദിച്ചിരിക്കുന്നത്. ഒറ്റയടിക്ക് ലിബർട്ടി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ചിലപ്പം ഇപ്പൊ നിങ്ങൾ പഠിച്ച ഒരു കൺസെപ്റ്റിന്റെ ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻസ് എന്ന് പറയും. ബട്ട് അങ്ങനെയല്ല. നമ്മൾ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യയിൽ എന്തുണ്ട്, ദ സ്റ്റേറ്റ് ക്യാൻ റെസ്ട്രെയിൻ ദ ഇൻഡിവിജ്വൽ. ഓക്കെ, റെസ്ട്രെയിൻ ദ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന് അയാൾക്ക് തോന്നുന്ന പോലെ ഡ്രസ് ചെയ്തിട്ട് ചിലപ്പോൾ നടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. സ്റ്റേറ്റ് ക്യാൻ റെസ്ട്രിക്റ്റ് ഇറ്റ്. ഓക്കെ, അതായത് വസ്ത്രം ധരിക്കാതെ ഒരാൾ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റേറ്റിന് അവിടെ ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സ്റ്റേറ്റ് ക്യാൻ ബ്ലോക്ക് ഇറ്റ്. ഓക്കെ, സോ ഇത്തരത്തിൽ അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ക്രമത്തിന് ഏതെങ്കിലും തരത്തിൽ ഹാനി വരുത്തുന്നതാണ്. ഒരാൾ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഹേറ്റ് സ്പീച്ച് നടത്തുന്നു, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ മതത്തിലേക്ക് നിർബന്ധമായിട്ടുള്ള ഫോഴ്സ്ഡ് കൺവേർഷൻസ് നടത്തുന്നു. ഇത്തരം ഘട്ടത്തിലൊക്കെ സ്റ്റേറ്റ് എന്ത് ചെയ്യും, ഇന്റർഫിയർ ചെയ്യും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള ഫുൾ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ ഫുള്ളസ്റ്റ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഈ രൂപത്തിൽ ഇന്റർഫിയർ ചെയ്യുന്നത്. ഓക്കെ, ദ സ്റ്റേറ്റ് ഈസ് ഇന്റർഫിയറിംഗ് in order to ensure the full development of the individual. എക്സാക്ട് ആൻസർ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, അതിന് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് തോന്നുന്ന പോലെ നമ്മൾ ചെയ്യുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എൻ്റെ അവകാശങ്ങൾ അത് മറ്റൊരാളുടെ അവകാശങ്ങൾ എന്ത് ചെയ്യും, ഹനിക്കുന്നതായിരിക്കും. എനിക്ക് എന്തും ചെയ്യാനുള്ള അവകാശം, എനിക്ക് ആരെയും തല്ലാനുള്ള അവകാശം, ഞാൻ സ്വാഭാവികമായിട്ടും അടുത്ത ആളെ പോയിട്ട് ബി എന്ന് പറയുന്ന പേഴ്സണെ ഞാൻ പോയിട്ട് തല്ലുകയാണ്. അപ്പൊ അയാളുടെ അവകാശമാണ് അവിടെ ഹനിക്കപ്പെടുന്നത്. അപ്പം എല്ലാവരുടെ അവകാശങ്ങളും ബേസിക് നെസസിറ്റീസും എല്ലാവർക്കും സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഓരോ വ്യക്തിക്കും സ്വതന്ത്രമായിട്ട് അയാളുടെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് വളരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുള്ള അവകാശം കൊടുക്കുന്നുണ്ട്. അതായത് വിത്തിൻ ദിസ് ലിമിറ്റ് എനിക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് അതിനെ റെസ്ട്രിക്ട് ചെയ്യും. സോ ഇറ്റ് ഈസ് നോട്ട് അൺറെസ്ട്രെയിൻഡ്. ഇന്ത്യയിൽ അത് റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം എന്താണ്, ഒരു മിനിമം സ്പേസ് അല്ലെങ്കിൽ ലൈക്ക് മാക്സിമം സ്പേസ് എന്ന് തന്നെ നമുക്ക് പറയാം ഓരോ ഇൻഡിവിജ്വലിനും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഓരോ ഇൻഡിവിജ്വലിനും അയാളുടെ വ്യക്തിത്വം, അയാളുടെ ജോലി, അയാളുടെ കരിയർ, അയാളുടെ ഓപ്പർച്യൂണിറ്റി, അയാളുടെ നോളജ് ഇതൊക്കെ വികസിപ്പിച്ചുകൊണ്ട് അയാളുടെ മതത്തിനെ പ്രചരിപ്പിക്കാം. ഇതൊക്കെ അയാൾക്ക് ചെയ്യാം. പക്ഷെ അതെന്ത് ചെയ്യരുത്, മറ്റുള്ളവരുടെ അവകാശങ്ങളുടെ, മറ്റുള്ളവരുടെ ചിന്തയെ, മറ്റുള്ളവരുടെ ആരാധനയെ ഇതിനെയൊന്നും റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടായിരിക്കരുത്. അപ്പം ഓരോ ഇൻഡിവിജ്വലിന്റെയും വളർച്ച എൻഷുർ ചെയ്യണം. അതാണ് എന്തെന്ന് പറയുന്നത്, ലിബർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പൊ ആ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത ഒരു കൺസെപ്റ്റ് ഇക്വാലിറ്റി, ലൈക്ക് ലിബർട്ടി കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്ന അടുത്തൊരു കൺസെപ്റ്റ് ആണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈക്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുന്നു. എൻ്റെ അടുത്ത് 300 രൂപയുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ 3 ഫ്രണ്ട്സ് ഉണ്ട്, എ, ബി, സി. ഈ 3 ഫ്രണ്ട്സിൽ എ ഇസ് വെരി റിച്ച്. എയുടെ അടുത്ത് ഓൾറെഡി എന്തുണ്ട്, 200 രൂപയുണ്ട്. ബിയുടെ അടുത്ത് എന്തേ ഉള്ളൂ, 100 രൂപയുള്ളൂ. സിയുടെ അടുത്ത് പൈസ ഒന്നുമില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണുള്ളത്. അപ്പം ഈ 300 രൂപ ഞാൻ കൊടുക്കുന്ന സമയത്ത്, ഇക്വാലിറ്റി എന്ന് പറയുന്ന സമയത്ത് ഞാൻ എല്ലാവർക്കും എന്ത് ചെയ്തു, 100 രൂപ വീതം കൊടുത്തു. അപ്പൊ എക്ക് എന്ത് ചെയ്തു, 300 രൂപയായി. ബിക്ക് എന്ത് ചെയ്തു, അത് 200 രൂപയായി. സിക്ക് എന്ത് ചെയ്തു, 100 രൂപയായി. അപ്പം ഇവരുടെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇനീക്വാളിറ്റി അങ്ങനെ തന്നെ ഉണ്ട്. കാരണം സിയേക്കാളും 100 രൂപ കൂടുതൽ ബിയുടെ അടുത്തുണ്ട്, ബിയേക്കാളും 100 രൂപ എന്തുണ്ട്, എയുടെ അടുത്തുണ്ട്. അത് ഇപ്പോഴും അതേപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഈ 300 രൂപ ഇക്വാലിറ്റിയിൽ ഡിവൈഡ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത ആൾക്ക് ഞാൻ കൂടുതൽ കൊടുക്കും. അതായത് സിക്ക് ഞാൻ എന്ത് ചെയ്തു, 200 രൂപ കൊടുത്തു. ബിക്ക് ഞാൻ 100 രൂപ കൊടുത്തു. എക്ക് ഞാൻ ഒന്നും കൊടുത്തില്ല. ഓക്കെ, ഇപ്പൊ എല്ലാവരുടെ കയ്യിലും എന്തായി, 200 ആയി. എയുടെ അടുത്ത് 200 രൂപയുണ്ട്, ബിയുടെ അടുത്ത് 100 200 സിയുടെ അടുത്തും 200 സോ ദിസ് ഈസ് കോൾഡ് ഇക്വാലിറ്റി. അതായത് ഇല്ലാത്ത ആൾക്ക് ചിലപ്പം കൂടുതൽ കൊടുക്കേണ്ട വരും. കുറച്ചുള്ള ആൾക്കാണെങ്കിൽ കുറച്ച് കൊടുക്കേണ്ടി വരും. ഒരുപാടുള്ള ആൾക്കാണെങ്കിൽ എന്ത് ചെയ്യേണ്ട, കൊടുക്കണ്ട. അപ്പം ഈ രൂപത്തില് നമ്മൾ നമ്മുടെ സമ്പത്തിനെ, റിസോഴ്സസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കും പ്രത്യേകമായിട്ടുള്ള ഒരു പ്രിവിലേജ് കൊടുക്കുന്നില്ല. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്ന സമയത്ത് 3 ടൈപ്സ് ഓഫ് ഇക്വാലിറ്റി അല്ലെങ്കിൽ 3 ടൈപ്സ് ഓഫ് ആബ്സെൻസ് ഓഫ് പ്രിവിലേജ് എന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് സിവിക് ഇക്വാലിറ്റി. ഓക്കെ, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ വരുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗത്ത്, ഓക്കെ, സോ റൈറ്റ് ടു ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ വരുന്നുണ്ട്. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ ടു പബ്ലിക് ഓഫീസ് വരുന്നുണ്ട്. ദെൻ അബോളിഷൻ ഓഫ് ദി അൺടച്ചബിലിറ്റി വരുന്നുണ്ട്. ദെൻ അബോളിഷൻ ഓഫ് ദ ടൈറ്റിൽസ് വരുന്നുണ്ട്. ഇങ്ങനെ 14, 15, 16, 17, 18 ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സിവിക് ഇക്വാലിറ്റിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദ്യം വരാം, ആർട്ടിക്കിൾ 14 to 18 അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇക്വാലിറ്റി.
സിവിക് ഇക്വാലിറ്റി ആണോ, എക്കണോമിക് ഇക്വാലിറ്റി ആണോ, പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ആണോ, അല്ലെങ്കിൽ സോഷ്യൽ ഇക്വാലിറ്റി ആണോ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്? അപ്പൊ ഞാൻ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആൻസർ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ആയനെ, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചേനെ. ബട്ട് അതല്ല, സിവിക് ഇക്വാലിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സംരക്ഷിക്കപ്പെടുന്നത്. ഓക്കെ, ഓരോ ആർട്ടിക്കിളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവിടെ എന്താണ് പറയുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പം ഓർത്ത് വെക്കുക, സിവിക് ഇക്വാലിറ്റിയിൽ സംരക്ഷിക്കപ്പെടുന്നത് ആർട്ടിക്കിൾ 14 to 18 ആണ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 14 to 18 സംരക്ഷിക്കുന്നത് നമ്മുടെ സിവിക് ഇക്വാലിറ്റി ആണ്. അടുത്തതാണ് എക്കണോമിക് ഇക്വാലിറ്റി, അതായത് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള സമത്വം എന്ന് നമുക്ക് പറയാം. അത് സംരക്ഷിക്കപ്പെടുന്നത് ആർട്ടിക്കിൾ 39 ആർട്ടിക്കിൾ 39A. ആർട്ടിക്കിൾ 39 എന്ത് പറയുന്നു? അഡീക്വേറ്റ് ലൈവ്ലിഹുഡ് പറയുന്നു. ആർട്ടിക്കിൾ 39B എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പത്ത് എന്ത് ചെയ്യണം, ജനങ്ങളുടെ ഇടയിൽ അവർക്ക് വേണ്ട രൂപത്തിലേക്ക് എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ ഇക്വാലിറ്റി കൺസിഡർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, ഇല്ലാത്ത ആൾക്ക് കൂടുതൽ കൊടുത്തിട്ട് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ദെൻ സി എന്ന് പറയുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത്, അബോളിഷൻ ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ വെൽത്ത് ഓർ അവോയ്ഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദി വെൽത്ത്. ഒരാൾക്ക് മാത്രം സമ്പത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. ദെൻ ആർട്ടിക്കിൾ 39D വരുന്ന സമയത്ത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഓക്കെ, അതായത് മെൻ ആൻഡ് വുമണിന് ഈക്വൽ വർക്ക് കിട്ടണം, ഈക്വൽ പേ കിട്ടണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 39D എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈക്വൽ പേ ഫോർ വർക്ക് വന്നു. ദെൻ ലൈക്ക് ആർട്ടിക്കിൾ 39F വരുന്നുണ്ട്. ഓക്കെ, ആർട്ടിക്കിൾ 39F വരുന്ന സമയത്ത് എന്ത് വരുന്നുണ്ട്, ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ചൈൽഡ് വരുന്നുണ്ട്. ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദ ചൈൽഡ്, അതാണ് ഇവിടെ വരുന്നത് 39F വരുന്നത്. ദെൻ ആർട്ടിക്കിൾ 39E വരുന്നുണ്ട്. ഓക്കെ, സോ ഈ വിട്ടുപോയി. ആർട്ടിക്കിൾ 39E വരുന്നുണ്ട്. ഇയിലേക്ക് വരുന്ന സമയത്ത് എന്താണ് വരുന്നത്, യൂത്ത് ആൻഡ് ചൈൽഡ്. ഓക്കെ, യൂത്ത് ആൻഡ് ചൈൽഡ്, ഇവരുടെ എക്സ്പ്ലോയിറ്റേഷൻ പ്രിവെന്റ് ചെയ്യണം. അതായത് യൂത്ത് ആൻഡ് ചൈൽഡ് ഷുഡ് നോട്ട് ബി എക്സ്പ്ലോയിറ്റഡ്. അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ചൂഷണത്തിന് അല്ലെങ്കിൽ ഇനീക്വാളിറ്റി അഡ്രസ്സ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെ? കോൺസെൻട്രേഷൻ ഓഫ് ദ വെൽത്ത്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ റിസോഴ്സസ്, അതൊരു വെൽത്ത് ആണ്. അഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് വെൽത്ത് ആണ്. വെൽത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഈക്വൽ പേ, അത് വെൽത്ത് ആണ്. ദെൻ യൂത്ത് ആൻഡ് ചൈൽഡ്, ഇവരെന്ത് ചെയ്യരുത്, സാമ്പത്തികമില്ലാത്തതിന്റെ പേരിൽ ചൂഷണം ചെയ്യരുത്. സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് ചൈൽഡ് ലേബർ. ഓക്കെ, സോ അത്തരത്തിൽ എന്ത് ചെയ്യരുത്, ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല. അതുപോലെ ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദ വുമൺ, ഇതും എന്തിൽ വരുന്നുണ്ട്, ചൈൽഡ് ലേബർ. ഓക്കെ, ഇവിടെ ചൈൽഡ് ലേബർ ആൻഡ് ബോണ്ടഡ് ലേബർ വരുന്നുണ്ട്, സ്ലേവറി വരുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു ആർട്ടിക്കിളിന്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 39 എക്കണോമിക് ഇക്വാലിറ്റി ആണ് നമ്മൾ എൻഷുർ ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ ഈ ആർട്ടിക്കിൾ 39 വരുന്നത് DPSPയുടെ അണ്ടറിലാണ്. സോ DPSP സ്റ്റാൻഡ്സ് ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ആണ്. ഓക്കെ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസിനാണ് DPSP നിലനിൽക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, എക്കണോമിക് ജസ്റ്റിസ് ആണ്. അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ലൈക്ക് ആർട്ടിക്കിൾ 39A വരുന്നുണ്ട്, ക്യാപിറ്റൽ എ ആണ് ആർട്ടിക്കിൾ 39A. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഫ്രീ ലീഗൽ എയ്ഡ് ആണ്. അതൊരു സോഷ്യൽ ജസ്റ്റിസിന്റെ ഭാഗമാണ്. അതായത് നിയമം എല്ലാവർക്കും ഒരുപോലെ ലഭിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ സമ്പത്തുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, നല്ല നല്ല ലോയേഴ്സിനെ വെച്ചിട്ട് അവർക്ക് വാദിക്കാം. സമ്പത്തില്ലാത്ത ആളുകൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അവർക്ക് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള ഹെൽപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിനെ നൈൽസ പോലെയുള്ള നാഷണൽ ലെവൽ ബോഡീസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കുക. അപ്പൊ ഇത്തരത്തില് നിയമസഹായം ലഭ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 39A. അത് സോഷ്യൽ ജസ്റ്റിസ് ആണ്. അപ്പൊ DPSPയിലെ സോഷ്യൽ ജസ്റ്റിസും എക്കണോമിക് ജസ്റ്റിസും കവർ ചെയ്യുന്നുണ്ട്. എക്കണോമിക് ജസ്റ്റിസ് കവർ ചെയ്യുന്ന ഏരിയയാണ് ആർട്ടിക്കിൾ 39 എന്ന് പറയുന്നത്. ഇതിനടുത്തതാണ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആർട്ടിക്കിൾ 325 എന്ന് പറയുന്നത് എന്താണ്, എലക്ടറൽ റോളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പേര് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ആർട്ടിക്കിൾ 326 വരുന്നുണ്ട്, അത് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ സഫറേജ് എന്നൊക്കെ നമുക്ക് പറയാം. 18 വയസ്സ് പ്രായപൂർത്തിയായി ആർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം, അതാണ് ആർട്ടിക്കിൾ 326 എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് അത്. ഓക്കെ, സോ വോട്ടവകാശം എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. എന്നാൽ വോട്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്, അത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. റൈറ്റ് നോട്ട് ടു വോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈ ഫണ്ടമെന്റൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 19 ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് മൈ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. എനിക്കത് എക്സ്പ്രസ് ചെയ്യണം. ഈ ഭരണകൂടത്തിനോടുള്ള എൻ്റെ അതൃപ്തി എനിക്ക് പ്രകടിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ വോട്ടിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്നു.
അപ്പൊ അതെന്റെ എക്സ്പ്രഷൻ ആണ്. അപ്പൊ വോട്ടിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, എന്നാൽ വോട്ട് ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് അണ്ടർ ആർട്ടിക്കിൾ 326. ഇതൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് ആണ്. കൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ചോദിക്കുന്ന സമയത്ത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഓരോന്നും മനസ്സിലാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതാണ്. ദെൻ സുപ്രീം കോടതി കേസസ് റിലേറ്റഡ് ടു ദ പ്രിയമ്പിൾ. ഞാൻ ക്ലാസ് തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ ഇൻട്രോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും എന്ത്, പ്രിയമ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഇന്റഗ്രൽ ഭാഗമാണോ അല്ലേ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് നമുക്ക് പ്രിയമ്പിളിനെ കരുതാൻ വേണ്ടിയിട്ട് പറ്റുമോ, അല്ലെങ്കിൽ അതൊരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഭാഗമാണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പ്രധാനമായിട്ടും 4 സുപ്രീം കോടതി ജഡ്ജ്മെന്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പ്രിയമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം ആണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. അതിൽ ആദ്യത്തെ കേസാണ് ബർബറി യൂണിയൻ കേസ് എന്ന് പറയുന്നത് 1960. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളെ ഓർത്തു വെക്കണം. ഒന്നാമത്തത്, പ്രിയമ്പിൾ ഷോസ് ദ ജനറൽ പർപ്പസ് ബിഹൈൻഡ് സെവറൽ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാരണം എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ആകെത്തുകയാണ് ഈ പറയുന്ന പ്രിയമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, ഡെഫിനറ്റ്ലി അവിടെ കാണിക്കുന്നത് ജനറൽ പർപ്പസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു വെരി കൺസൈസ് സമ്മറിയാണിത്. ഓക്കെ, അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഇത് ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ പ്രത്യേകിച്ച് എക്സെപ്ഷണൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ അടുത്ത കാര്യം എക്സെപ്ഷൻ ആണ്. സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് പ്രിയമ്പിൾ ഇസ് നോട്ട് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ബർബറി യൂണിയൻ കേസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ മുഖ്യമായിട്ടുള്ള ഭാഗമുണ്ട്. ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 1 to എന്ത് വരുന്നുണ്ട്, 400 വരെ വരുന്ന ആ ഒരു ഏരിയ, 400 പ്ലസ് ഉണ്ട്. സോ ലൈക്ക് 400 വരെ അല്ലെങ്കിൽ 400ഓളം വരുന്ന ആർട്ടിക്കിൾസ്, ഇതെല്ലാമാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ മെയിൻ ഭാഗം പ്ലസ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. പക്ഷെ പ്രിയമ്പിൾ എന്തല്ല, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇന്റഗ്രൽ പാർട്ട് അല്ല എന്ന് ബർബറി യൂണിയൻ കേസ് പറയുന്നു. അടുത്തത് ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസ് അല്ലെങ്കിൽ ഗോലഖ്നാഥ് കേസ്. ഗോലഖ്നാഥ് കേസസിലേക്ക് വരുന്ന സമയത്ത് പറയുന്നത്, പ്രിയമ്പിൾ കണ്ടെയ്ൻസ് എൻഡ്യൂറിംഗ് പ്രിൻസിപ്പിൾസ് എസെൻഷ്യൽ ഫോർ ഗവൺമെന്റ് ഫംഗ്ഷനിങ്. ഗവൺമെന്റിന്റെ ഫംഗ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള ബേസിക് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ദ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് അത് കവർ ചെയ്യുന്നത് എവിടെയാണ്, പ്രിയമ്പിളിലാണ് എന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്, ഗോലഖ്നാഥ് കേസസിൽ പറയുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തതാണ് എറ്റേണൽ ആൻഡ് അൺആൾട്ടറബിൾ എസെൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആൾട്ടർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ അല്ല, ബട്ട് എന്നിരുന്നാലും എറ്റേണൽ ആണ്, എന്നും നിലനിൽക്കുന്നതാണ്. അൺആൾട്ടറബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത എസെൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ എസെൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാർട്ടാണോ അല്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കൺക്ലൂസീവ് എവിഡൻസ് ഇവിടുന്ന് നമുക്ക് തരുന്നില്ല. എന്നാലും അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗമാണ് എന്നുള്ള ഒരു സമീപനമാണ് ഗോലഖ്നാഥ് കേസസ് എന്ത് ചെയ്യുന്നത്, സുപ്രീം കോടതി എടുക്കുന്നത്. ഓക്കെ, സോ ഈ ഓരോ സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് ഇത് ഏത് കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് സുപ്രീം കോടതി എടുത്തിട്ടുള്ളത് എന്നുള്ള രൂപത്തിൽ ക്വസ്റ്റ്യൻ വരാൻ ലൈക്ക് ഹൈ പ്രോബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കണം. ദെൻ ദ നെക്സ്റ്റ് ഇസ് ലൈക്ക് കേശവാനന്ദ ഭാരതി കേസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഈ പ്രിയമ്പിളിനെ സംബന്ധിച്ചിട്ട് നമുക്ക് കിട്ടുന്നത് എവിടെയാണ്, കേശവാനന്ദ ഭാരതി കേസിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കൃത്യമായിട്ട് കോർട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ സുപ്രീം കോടതി പറയുന്നുണ്ട്, പ്രിയമ്പിൾ ഇസ് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് ക്ലാരിറ്റി കിട്ടി, പ്രിയമ്പിൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമാണ്. ഓക്കെ, പ്രിയമ്പിൾ ഭരണഘടനയുടെ ഭാഗമാണ്. അത് എവിടെയാണ് പറയുന്നത്, കേശവാനന്ദ ഭാരതി കേസിലാണ് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, പ്രിയമ്പിൾ ക്യാൻ ബി അമെൻഡഡ്. യെസ്, പ്രിയമ്പിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറ്റം വരുത്താം, ചേഞ്ചസ് വരുത്താം, അമെൻഡ് വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. സബ്ജക്ട് ടു ദ കണ്ടീഷൻ ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ഡിസ്ട്രോയ് ബേസിക് സ്ട്രക്ചർ. നമുക്കറിയാം, ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ അടിസ്ഥാന തത്വം എന്ന് പറയുന്ന, അടിസ്ഥാന മൂല്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. ആ കേസ് പ്രകാരം പ്രിയമ്പിളിനെ നമുക്ക് ചേഞ്ച് വരുത്താം, പക്ഷെ ബേസിക് പ്രിൻസിപ്പിൾസ് പ്രിയമ്പിളിൽ പറയുന്ന കുറച്ച് മൂല്യങ്ങളുണ്ട്, അതിനെടുത്ത് കളഞ്ഞുകൊണ്ടാവരുത്. ലൈക്ക് സെക്യുലറിസം, സോവറിനിറ്റി, സോഷ്യലിസം, ഇന്റഗ്രിറ്റി, യൂണിറ്റി, ഇങ്ങനെ ഒരുപാട് മൂല്യങ്ങളെ എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ അപ്ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് എടുത്തു കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിനെതിരായിട്ട് നിങ്ങൾക്ക് അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബട്ട് അതല്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാം എന്നുള്ള രൂപത്തിലേക്ക് പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് വരുന്നത്. ഓക്കെ, 1976 ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു അമെൻമെന്റ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആവാതിരുന്നത്. സെക്യുലറിസം എന്ന് പറയുന്ന ടേമും സോഷ്യലിസം എന്ന് പറയുന്ന ടേമും ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ടേമും കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തു. അപ്പൊ സെക്യുലറിസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, അതുപോലെ സോഷ്യലിസം എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ആർട്ടിക്കിൾ 39 കവർ ചെയ്യുന്ന ഒരു ആസ്പെക്ട് ആണ് അത്. ദെൻ അതേപോലെ ആർട്ടിക്കിൾ 39 മാത്രമല്ല, ബാക്കി ആർട്ടിക്കിളൊക്കെ കവർ ചെയ്യുന്നുണ്ട്, നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും. ദെൻ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ അത് എന്ത് ചെയ്യണം, നമ്മൾ ഡിസ്കസ് ചെയ്യണം. അടുത്തതാണ്
LIC ഓഫ് ഇന്ത്യ കേസ് 1995 LIC കേസ് എന്ന് പറയുന്നത്. സോ ഇവിടെയും പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തവണ കൂടെ സുപ്രീം കോടതി ഉറപ്പിച്ച് പറയുന്നു, പ്രിയമ്പിൾ ഇസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതോട് കൂടിയിട്ട് ഇറ്റ് ഈസ് കൺക്ലൂഡഡ്, പ്രിയമ്പിൾ ഇസ് നൗ ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ തീരുമാനമല്ലോ, പ്രിയമ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇന്റഗ്രൽ പാർട്ടാണ്. അപ്പൊ അത് തീരുമാനമായി. അപ്പൊ ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ സിവിൽ സർവീസിന്റെ പ്രിലിംസ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏകദേശം 4 വർഷം മുമ്പ് 2020 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഇഫ് ഐ എം കറക്റ്റ്, 2020 ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓരോ പാർട്ടിനും നമ്മൾ പഠിപ്പിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള റെലവൻസ് ഉണ്ട്. സോ ചോദ്യം ഇതാണ്, പ്രിയമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ഹാസ് നോ ലീഗൽ എഫക്ട്, നോട്ട് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹാസ് നോ ലീഗൽ എഫക്ട് ഐദർ. സോ നോ പാർട്ടാണോ? അല്ല, ഡെഫിനറ്റ്ലി പാർട്ടാണ്. A part of the constitution and has the same legal effect as any other part. കോൺസ്റ്റിറ്റ്യൂഷന്റെ മറ്റെല്ലാ പാർട്ടിനെയും പോലെ സെയിം ലീഗൽ എഫക്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, സോ മറ്റ് ലീഗൽ പാർട്സ് ഡൊമിനേറ്റ്സ് ഓവർ ദ പ്രിയമ്പിൾ. ഇനി അത് മാത്രമല്ല, കോൺസ്റ്റിറ്റ്യൂഷന്റെ മെയിൻ പാർട്ടിൽ നമുക്ക് എന്തെങ്കിലും കൺക്ലൂഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു കൺക്ലൂഷൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിയമ്പിൾ റെഫർ ചെയ്യാം. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് ദ കീ ടു ദ മൈൻഡ്സ് ഓഫ് ദ മേക്കേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്ത ആളുകളുടെ, നിർമ്മിച്ച ആളുകളുടെ മൈൻഡിൽ എന്തായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള കീ ആണ് പ്രിയമ്പിൾ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ഡി എന്ന് പറയുന്നത്, എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ഹാസ് നോ ലീഗൽ എഫക്ട് ഇൻഡിപെൻഡന്റ് ടു ദി അതർ പാർട്ട്. അതല്ലേ കുറച്ചുകൂടെ ക്ലിയർ എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുണ്ട്? സം ലീഗൽ എഫക്ട് ഉണ്ട്. ദേശാനന്ദ ഭാരതി കേസിലൊക്കെ നമ്മൾ പറഞ്ഞു. സോ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഇസ് ഡി. ഇപ്പൊ കൃത്യമായിട്ടുള്ള കൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ആൻസേഴ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് യു ആർ എക്സ്പെക്ടിങ് മോർ. ഓക്കെ, അത്തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? ലൈറ്റ് ആയിട്ട് എടുക്കരുത്. പറയുന്ന ഓരോ കാര്യവും പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാമിനേഷന്റെ പെർസ്പെക്റ്റീവിൽ തന്നെയാണ് പറയുന്നത്. സോ വെരി സീരിയസ് ആയിട്ട് എന്ത് ചെയ്യുക? ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക, അത് റിവൈസ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. സോ താങ്ക് യു. ഇതോട് കൂടിയിട്ട് നമ്മുടെ പ്രിയമ്പിൾ എന്ന് പറയുന്ന ഒരു സെഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അവസാനിക്കുന്നുണ്ട്. ഇനി കോൺസ്റ്റിറ്റ്യൂഷന്റെ ഓരോ പാർട്ടിലേക്കായിരിക്കും നമ്മൾ കിടക്കുന്നത്. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടായിരിക്കും. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്.